സുധീരൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. തത്സമയം ചർച്ച നടന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ റബ്ബർ, നാളികേരം, ഏലം തുടങ്ങിയ കാർഷിക മേഖലയിൽ വിലത്തകർച്ചയെ തുടർന്ന് അതിഗുരുതരമായ പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ മേഖലയിലെ കർഷകരെ രക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ ഫലപ്രദമായി ഇടപെടണമെന്ന് യോഗം അഭ്യർത്ഥിച്ചു. റബ്ബർ ഇറക്കുമതി എത്രയും വേഗത്തിൽ നിർത്തൽ ചെയ്യണം. സേഫ് ഗാർഡ് ഡ്യൂട്ടി ഏർപ്പെടുത്തണം എന്നീ ആവശ്യങ്ങൾ, കർഷകരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചു. വിലസ്ഥിരതാ ഫണ്ടിൽ നിന്നും 500 കോടിയെങ്കിലും റബ്ബറിന് ന്യായവില ഉറപ്പുവരുത്താനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ശ്രമങ്ങൾക്ക് സഹായകരമായി നൽകണം. കഴിഞ്ഞ 1.5 വർഷത്തിലേറെയായി അനാഥമായിട്ടുള്ള റബ്ബർ ബോർഡ് എത്രയും വേഗത്തിൽ പുനഃസംഘടിപ്പിക്കണം. ഇപ്പോൾ തന്നെ അനാഥമായ അവസ്ഥയിലാണ്. റബ്ബർ ബോർഡിന് ചെയർമാനോ സെക്രട്ടറിയോ റബ്ബർ പ്രൊഡക്ഷൻ കമ്മീഷണറോ നിലവിലില്ല. റബ്ബർ മേഖലയെ സംബന്ധിച്ച നയപരമായ തീരുമാനമെടുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കേണ്ട റബ്ബർ ബോർഡിൻ്റെ അവസ്ഥ പരിതാപകരമാണ്. അതുകൊണ്ട് എത്രയും വേഗത്തിൽ തന്നെ ഇത് പുനഃസംഘടിപ്പിക്കണം. റബ്ബർ ബോർഡ് മുഖേന നടപ്പിലാക്കി വന്നിരുന്ന പല പദ്ധതികളും അവതാളത്തിലായിരിക്കുകയാണ്. ചിലത് നിന്നുപോയി, ചിലത് ഭാഗികമായി നടക്കുന്നു. ഇതിൽ നിന്നെല്ലാം കർഷകന് കിട്ടേണ്ട കുടിശ്ശിക അവിടെ നിലനിൽക്കുന്നു. അതുകൊണ്ട് ഈ കാര്യത്തിൽ അടിയന്തര ശ്രദ്ധ പതിയേണ്ടിയിരിക്കുന്നു. അതേ രീതിയിൽ തന്നെ അനിയന്ത്രിതമായ പാമോയിൽ ഇറക്കുമതി മൂലം നാളികേരത്തിൻ്റെ വില താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. നാളികേരത്തിൻ്റെ വിലയിടിക്കുന്നതിന് വൻകിട വ്യവസായികളുടെ സംഘടിതമായ ശ്രമം നടക്കുന്നുണ്ട്. അതുപോലെ വെളിച്ചെണ്ണയിലൊക്കെ മായം ചേർക്കാനുള്ള പ്രവണത കൂടി വരുന്നുണ്ട്. സംഘടിതമായി അങ്ങനെയുള്ള എണ്ണ കേരളത്തിൽ എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നു. അതുകൊണ്ട് ഈ കാര്യത്തിൽ ശക്തമായ ഇടപെടൽ ആവശ്യമാണ്. ഏലം കർഷകരെ സംബന്ധിച്ചിടത്തോളം സ്ഥിതി വളരെ മോശമാണ്. ഉൽപാദന ചെലവും ഇപ്പോൾ അതിൽ നിന്നും കിട്ടുന്ന ഉൽപ്പന്ന വിലയുമായി ഒരു നിലയ്ക്കും പൊരുത്തപ്പെടുന്നില്ല. 1000 രൂപയോളമെങ്കിലും ചിലവ് വരുന്ന സ്ഥാനത്ത് ഏതാണ്ട് ശരാശരി 550 രൂപയാണ് ഇപ്പോൾ ഏലത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏല മേഖലയിൽ യഥാർത്ഥത്തിൽ വലിയൊരു പ്രതിസന്ധിയിലാണ്. ഈ കാര്യത്തിൽ സ്പൈസസ് ബോർഡും കേന്ദ്ര ഗവൺമെൻറ്റും ഇടപെടണം. അതുപോലെ ഇന്ന് നിത്യോപയോഗ സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യം വന്നിട്ടുള്ളത് പ്രധാനമായും ഇന്ധനവില വർദ്ധിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് അന്തർദേശീയ തലത്തിൽ ഇന്ധനവില വളരെയേറെ താഴോട്ട് വന്നിട്ടും അതിന് ആനുപാതികമായി പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. മോഡി സർക്കാർ അധികാരത്തിൽ വരുന്ന കാലത്ത്, ആ സമയത്ത്
ആഗോള തലത്തിൽ ഇന്ധനവില ബാരലിന് ക്രൂഡ് ഓയിലിന് 104.78 ആയിരുന്നു. ഇപ്പോഴത് ചുരുങ്ങി 34-35 ആയി ആ തലത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇതനുസരിച്ച് ഇന്ധനവില കുറയ്ക്കാൻ തയ്യാറാകുന്നില്ലത് തന്നെയല്ല, എക്സൈസ് തീരുവ ഇടയ്ക്കിടെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ജനങ്ങളോടുള്ള കടുത്ത ദ്രോഹമാണ്. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കേരളത്തിൽ ഇന്ത്യയിൽ കുറഞ്ഞാൽ തന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ വില താഴോട്ട് വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ മോഡി സർക്കാരിൻ്റെ ഈ നയം, ഇപ്പോൾ സ്വീകരിച്ച ഒരു നയം കടുത്ത ജനദ്രോഹമാണ്, ജനവഞ്ചനയാണ്. ഇന്ന് KPCCയിൽ വന്ന മറ്റൊരു പ്രധാന കാര്യം, നരേന്ദ്രമോദി സർക്കാർ രാഷ്ട്രീയ എതിരാളികളോടും BJP ഇതര സംസ്ഥാന സർക്കാരുകളോടും കാട്ടുന്ന അസഹിഷ്ണുതയും പ്രതികാര രാഷ്ട്രീയവും, ഇതിനെതിരെ KPCC ഇതിനെ അപലപിച്ചുകൊണ്ട് പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. പ്രമേയത്തിൻ്റെ കോപ്പി നിങ്ങൾക്ക് തരുന്നുണ്ട്. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെയും ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെയും നാഷണൽ ഹെറാൾഡ് കേസിൽ അകപ്പെടുത്തി അവരോട് രാഷ്ട്രീയ പ്രതികാരം ചെയ്യാനുള്ള ഗൂഢമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടതിൽ നിർണായക പങ്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിനാണ്. പ്രസ്തുത നടപടിയോടുള്ള ശക്തമായ പ്രതിഷേധം KPCC പ്രമേയത്തിലൂടെ അറിയിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ BJP ഇതര സംസ്ഥാന സർക്കാരുകളുടെ കാര്യത്തിൽ പകപോക്കൽ രാഷ്ട്രീയം തുടരുന്നു എന്നുള്ളത് അവരുടെ അസഹിഷ്ണുത സമീപനത്തിൻ്റെ ഫലം തന്നെയാണ്.